എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ കല്യാണി ക്ഷേത്രത്തിലേക്ക് വരണ സമയത്താണ് മനോഹർ അങ്ങോട്ടേക്ക് വരുന്നത്. മനോഹർ കല്യാണിയെ കണ്ടു തോന്നി ഞെട്ടി. എന്റെ ദൈവമേ, ഇവൾ എന്തിനാണോ ഇങ്ങോട്ടേക്ക് വന്നേ? തന്റെ കള്ളത്തരം എങ്ങനെ കണ്ടുപിടിക്കുമോ എന്നൊരു ചിന്ത മനസ്സിൽ ഉണ്ടായി. ഇപ്പൊ വിഘ്നേശ്വരന് തേങ്ങ ഉടച്ചോളൂ, വിഘ്നങ്ങളെല്ലാം മാറ്റണമെന്ന്. ഇവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി തന്റെ കല്യാണം മുടങ്ങും എന്നുള്ള കാര്യം ഉറപ്പായി. ആ സമയം മനോഹറിന്റെ പതങ്കലും കാര്യങ്ങളൊക്കെ കല്യാണി ശ്രദ്ധിച്ചു. മനോഹറിനെ കണ്ടതും കല്യാണി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്താടാ രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് ഒന്ന് പറയണം. അത് പിന്നെ ഒന്നുമില്ല, വെറുതെ ക്ഷേത്രത്തിൽ ഒന്നൊന്ന് പ്രാർത്ഥിക്കാന്ന് കരുതി എന്ന് പറയണം. ഓ, നീയോ? നീ വെറുതെ അങ്ങനെ വരത്തില്ലോ, എന്തെങ്കിലും കാര്യസാധ്യം ഉണ്ടെങ്കിൽ അല്ലേടാ നീ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുള്ളൂ എന്ന് പറയാണ്. അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച പോലും വന്നല്ല. ക്ഷേത്രത്തിൽ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് കരുതി, മനസ്സിനുള്ള പ്രയാസങ്ങളൊക്കെ മാറ്റണമെന്ന്, അപ്പൊ അതുകൊണ്ട് വന്നാന്ന് പറയണം. പിന്നെ സരയുവിനും കുഞ്ഞിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമല്ലോ. പോരാത്തന്നെ എന്റെ അമ്മായിയച്ഛൻ അടികൊണ്ട് കിടക്കുമല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടത് കല്യാണി പറഞ്ഞു, അത് വെറുതെ ഒന്നുമല്ലോ, അയാളുടെ കയ്യിരിപ്പോണ്ടല്ലേ അടികൊണ്ടത്. അല്ല, ഇനിയിപ്പം നീ വേറെ വല്ല പ്ലാനും ഇട്ടിട്ടുണ്ടോന്ന് ചോദിക്കാം. എന്ത് പ്ലാനും? അല്ല, നിന്റെ ഈ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് വേറെ എന്തോ പദ്ധതി ഉണ്ടെന്ന് തോന്നേ. ഇനി വല്ല കല്യാണം കഴിക്കാൻ പ്ലാൻ ഉണ്ടോന്ന് ചോദിക്കാം. അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ വെറും തോന്നലാ. എനിക്കങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം. ദേ, ഇപ്പൊ എന്റെ ജീവിതത്തിൽ സരയു മാത്രമേ ഉള്ളൂ, വേറൊരു പെണ്ണ് എന്റെ ജീവിതത്തിൽ പോലും ഇല്ലെന്ന് പറയണം. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, അങ്ങനെയാണെ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ അറിയാലോ സംഭവിക്കുന്ന ദുരന്തം എന്താന്ന്. എന്നോട് കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുതെന്ന് പറയണം. ഇത് കേട്ടതും മനോഹർ പറഞ്ഞു, ഞാനിപ്പം നന്നായി കല്യാണി, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയണം. പിന്നെ എന്തേലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുവാണെങ്കിൽ ഞാൻ കല്യാണി വിളിച്ചറിയിച്ചോളാം എന്നൊക്കെ പറയണം. ശരി എന്ന് പറയണം. മനോഹർ അങ്ങോട്ടേക്ക് പോയി. ഈ സമയം കല്യാണി മനസ്സിൽ പറഞ്ഞു, ഇവൻ അറിയുന്നുണ്ടോ ഇവന്റെ കാര്യങ്ങളെല്ലാം തനിക്കറിയാം, താനും കൂടെ ചേർന്നിട്ടാണ് ഇവനിട്ടുള്ള പാര പണിയുന്നെന്നുള്ള കാര്യം. ഇവനങ്ങനെ സന്തോഷിച്ചു പോട്ടെ, എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടിട്ട് അങ്ങനെ സന്തോഷിച്ച് നടക്കും അവന്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞ പോലെ ഇന്ന് അവന്റെ അവസാന ദിവസമായിരിക്കും, അവസാനത്തെ കല്യാണമായിരിക്കും അവന്റെ. ഇനി ഒരു പെണ്ണിന്റെ കഴുത്തിൽ അവൻ താലി ചാർത്തില്ല. അതൊക്കെ ഓർത്ത് സന്തോഷത്തോടു കൂടിയിട്ട് കല്യാണി അങ്ങനെ തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. തൊഴുത് പ്രാർത്ഥിക്കുന്ന സമയത്ത് കല്യാണിന്റെ മനസ്സിൽ കിരണിന്റെ മുഖവും ചന്ദ്രസേന എല്ലാവരുടെ മുഖം വന്നു. കാരണം ഗംഗാപ്രസാദിന്റെ പിടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, കാരണം അയാളെ എങ്ങനെയാലും ഒന്ന് ഒതുക്കി തീർക്കണം, അത് മാത്രമായിരുന്നു. ഇപ്പൊ തന്നെയാണെങ്കിൽ ഓരോ പ്രശ്നങ്ങൾക്ക് പുറകെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുക. അവൻ വീട്ടിൽ കയറി ഒന്ന് വിളിച്ചിരിക്കുക. അപ്പൊ കിരണേട്ടൻ അങ്ങനെ വയ്യാതെ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേങ്കിൽ അല്ലായിരുന്നെങ്കിൽ അവൻ ചിലപ്പോൾ തീർത്ത് കളഞ്ഞാലും കിരണേട്ടനെ. അത് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കല്യാണിക്ക്. ആ ഒരു വിഷമം കല്യാണിയുടെ മനസ്സിലുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് കല്യാണി ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ വാങ്ങി തിരികെ പോവാണ്. ആ സമയത്ത് മനോഹർ ക്ഷേത്രത്തിൽ പോയിട്ട് വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്നിട്ട് നേരെ രാഹുലിന്റെ മുറിയിലേക്ക് ചെല്ലുന്നേ. രാഹുലിന്റെ മുറിയിൽ ചെന്നിട്ട് പറഞ്ഞു, അതെ അച്ഛൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയണം. എന്തിനാടാ? അല്ല, ഇന്നെന്റെ കല്യാണം അല്ലേന്ന് ചോദിക്കും. അച്ഛന് വരാൻ പറ്റില്ലെന്ന് അറിയാം, അച്ഛൻ എങ്ങനെയാ വരുന്നത്, വീൽ ചെയറിലൊക്കെ അല്ലേ, എങ്ങനെ വരാൻ പറ്റുമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും രാഹുൽ, അയ്യോ ഒന്ന് ഒഴിവായി തന്നാ മതി എന്ന് പറയണം. അതെ, എന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും, കാരണം മറ്റൊന്നുമല്ല, നീ എന്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോവല്ലേ, ആ ഒരു സന്തോഷ നിമിഷം എനിക്ക് എങ്ങനെ പങ്കിടണമെന്ന് പോലും അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ എഴുന്നേറ്റ് നടക്കുന്ന സമയമാണ്, ഞാൻ രണ്ട് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചാണെന്ന് പറയണം. അത് കേട്ടതും മനോഹർ പറഞ്ഞു, അത് ശരിയാ, അത് കുഴപ്പമില്ല, എഴുന്നേറ്റിട്ട് ഇനി പടക്കം പൊട്ടിച്ചാൽ മതി എന്ന് പറയാം. പിന്നീട് രാഹുൽ പറഞ്ഞു, എന്റെ മോളുടെ ജീവിതത്തിലേക്ക് ഇനി ദൈവത്തെ ഓർത്ത് നീ കടന്നു വന്നേക്കരുത്, ഈ കല്യാണം കഴിച്ച് അതുവഴി അങ്ങോട്ട് പോയിക്കോണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞു, ഞാനെങ്ങും വരാൻ പോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മോളെ എനിക്കെന്തിനാ, ഇപ്പൊ തന്നെ 6-7 കോടി കിട്ടിക്കഴിഞ്ഞു, ഇനിയും കിട്ടാണ്ട് 10-15 കോടി, പിന്നെ എനിക്ക് ലാവശ്യമല്ലേ. നിങ്ങളുടെ മോളുടെ 7 അയലക്കത്തോടെ പോലും ഞാൻ വരാൻ പോകുന്നില്ല, അവളെ പറഞ്ഞ് നിലയ്ക്ക് നിർത്തേണ്ട നിങ്ങളാന്ന് പറയാണ്. രാഹുൽ പറഞ്ഞു, എങ്ങനെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, നീ ഒന്ന് ഒഴിവായി തന്നാൽ മാത്രം മതി, അത്ര ഒരു ഉപകാരം ചെയ്തു തന്നാൽ മാത്രം മതി എന്ന് പറയണം. പിന്നീട് മനോഹർ അങ്ങോട്ടേക്ക് പോവാണ്. പോയി കഴിയുമ്പോഴത്തേനോട് ശാരി അങ്ങോട്ടേക്ക് വരുന്നേ. ശാരി കല്യാണത്തിന് പോകാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് രാഹുലിനോട് വന്നിട്ട് പറഞ്ഞു, പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ ഈ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വരും, നമ്മുടെ മോളുടെ ജീവിതം ഒരിക്കലും സുഗമമാവില്ല, എനിക്കറിയാം. അവൻ നമ്മുടെ മോളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും കടന്നു വരില്ല, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഗത്യന്തരം ഇല്ലാതെ പോണേ, എങ്ങാനും എന്നെ അവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവെന്ന് പറയണം. രാഹുൽ പറഞ്ഞു, സാരമില്ല, നീ ചെല്ലാതിരുന്നിട്ടുണ്ടെ പ്രശ്നമാവെന്ന് പറയാം, അതുകൊണ്ട് മാത്രം ഞാൻ പോകുന്നേ. അവന് ഇപ്പൊ 7 കോടി കിട്ടിയെന്ന് പറഞ്ഞ സന്തോഷത്തോടെ ഇരിക്കുക. അവന് 7 കോടി കിട്ടിയാലും കൊള്ളാം, 70 കോടി കിട്ടിയാലും കൊള്ളാം, നമ്മുടെ മോളുടെ ജീവിതത്തിൽ നിന്ന് പോയി തന്നാൽ മാത്രം മതിയായിരുന്നു, അത് മാത്രം എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. അവൻ പോകാനായിട്ട് ഇതല്ല, ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. അവന്റെ ആന്റി ആയിട്ടോ അമ്മായി ആയിട്ടോ ആരായിട്ടോ ഉള്ള അഭിനയിക്കാൻ ഞാൻ തയ്യാറായിട്ടാണ് ഇരിക്കണേന്ന് ശാരി പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാഹുൽ പറഞ്ഞു, അത് ശരി തന്നെയാ, ഇന്നത്തോടുകൂടി അവന്റെ കാര്യത്തിലൊരു തീരുമാനം ആവുമല്ലോ.
പിന്നെ മോളുടെ കാര്യം ഓർത്തിട്ടാന്ന് പറയാ. ശാരി പറഞ്ഞു അത് ഓർത്തിട്ട് എനിക്ക് നല്ല സങ്കടം. അവൾ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പം സഹിക്കുമോന്ന് പോലും അറിയത്തില്ല. അവളുടെ മാനസികസ്ഥിതി എന്താവെന്നും അറിയത്തില്ല. അവൾ അത്രമാത്രം അവനെ സ്നേഹിക്കുന്നുണ്ട്. അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു അവനങ്ങനെ അതേ കാലം മെലസാൻ പോകുന്നില്ല. അവനിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം. ഇനി എൻ്റെ മോളെ ദ്രോഹിക്കാനാണെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അതിനുള്ള ആൾക്കാരൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയാം. ഗംഗാപ്രസാദിനെ വെച്ചോണ്ടാണോ പറഞ്ഞേ. പക്ഷെ ഗംഗാപ്രസാദ് മനോഹറിന്റെ കൂടെയാന്നുള്ള കാര്യം ഈ പറയുന്ന രാഹുലിന് അറിയില്ലോ. അവർ തമ്മിൽ നേരത്തെ ഫ്രണ്ട്സാന്നുള്ള കാര്യം. രാഹുലിന്റെ വിചാരം താൻ ഗംഗാപ്രസാദിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ ഗംഗാപ്രസാദ് കാര്യങ്ങളൊക്കെ നോക്കിക്കോളും എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ. അങ്ങനെ മനോഹർ എന്ത് ചെയ്യുവാണ്, മുറിയിലേക്ക് ചെന്ന് റെഡിയാവാനായിട്ട് തുടങ്ങുവാണ്. ഈ സമയത്ത് ഇതൊന്നും സരയുവിന് അറിയണ്ടായിരുന്നില്ല. സരയുവിന്റെ മനസ്സിലെ വിചാരം എന്താ, മനുവേട്ടൻ എവിടെ ഒരാഴ്ചത്തേക്ക് കല്യാണത്തിന് പോകുന്നു. അപ്പൊ ഫിലിപ്പീൻസിനുള്ള ഒരു ഫ്രണ്ടിന്റെ മോളുടെ കല്യാണമെന്നാ പറഞ്ഞേ. അപ്പൊ അതിനു വേണ്ടി പോകുന്നു. അപ്പൊ അതിനുവേണ്ടി ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുക. അപ്പൊ ആ ഒരു ചിന്തയായിരുന്നു സരയുവിന്റെ മനസ്സിലുണ്ടായിരുന്നേ. സരയുവിന് പ്രത്യേകിച്ച് അതുകൊണ്ടൊന്നും തോന്നിയില്ല. ഈ സമയത്ത് വരുണിനെ ഒരുക്കുമായിരുന്നു. വന്ദനയായിട്ട് ജുബാന ഉണ്ടായിരുന്നു, നിഷയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ അങ്ങോട്ട് ഒരുക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ജുബാന പറഞ്ഞു ഇപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും വരും പറഞ്ഞു അതെ നന്നായിട്ട് ഒരുക്കുമോ, നല്ല ഭംഗിയായിരിക്കട്ടെ. കാരണം അവൻ കാണുമ്പോൾ ഒന്ന് അന്തം വിട്ടു പോണെന്ന് പറയണം. ഇന്നത്തെ ദിവസം അവന്റെ കുറച്ച് പൈസ പൊടിയും, അല്ലെങ്കിൽ തന്നെ ഡ്രസ്സ് എടുക്കാനായിട്ട് കുറെ പൈസ പൊടിഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടത് നിഷ പറഞ്ഞു അത് അവന്റെ അല്ല, അവളുടെ ആ സരയുവിന്റെ. അത് ശരിയാ, അവള് കുറെ എല്ലാരും വെള്ളം കുടിപ്പിച്ചല്ലേ കല്യാണിയച്ചിനെയൊക്കെ. അപ്പൊ അവളുടെ പൈസ കുറെ പോണ്ടേ, കുറെ പൈസ അങ്ങോട്ട് പോട്ടെ. അവൾ അങ്ങനെ ഒരു പാഠം പഠിക്കട്ടെ. അത് മാത്രമല്ല ഇന്നത്തോട് കൂടിയിട്ട് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അവളുടെ അഹങ്കാരത്തിന് കുറച്ച് സമാധാനമാവും എന്ന് പറയണം. ഇപ്പോഴീ അവനെടുത്തിട്ട് ചെലവാക്കുന്ന പൈസയൊക്കെ അവളുടെ ബാങ്ക് ലോക്കറിൽ ഇരിക്കുന്ന സ്വർണം വിറ്റ് കിട്ടുന്ന പൈസയൊക്കെയാ. അവസാനമായിരിക്കും അവളുടെ സത്യങ്ങളൊക്കെ അറിയാൻ പോകുന്നത്. അമേരിക്കയില്ല, ബാങ്ക് ലോക്കറിൽ ഇരിക്കുന്ന സ്വർണ്ണവും ഇല്ല, അവനൊരു പറ്റിപ്പീരാന്ന്. ഇത് കേട്ടപ്പം വരും പറഞ്ഞു ഒന്നല്ല രണ്ടല്ല എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചാണ് അവനെ അങ്ങനെ വെറുതെ വിടല്. നമ്മള് കല്യാണം വേള നടത്തി ആഘോഷിക്കുമ്പോൾ അവനോടെ ഇരുന്ന് പൊട്ടിക്കരയണം. ഞാൻ നിതയുടെ കഴുത്തിൽ താലി ആർത്തുന്ന സമയത്ത് അവന് നെഞ്ചു തകർന്ന് നിൽക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അവന് കൊടുക്കാൻ പോകുന്ന ശിക്ഷകളിലൊന്നും അതായിരിക്കും എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ജുബാന പറഞ്ഞു അത് ശരിയാ, എല്ലാവരും കൂടെ ഒരുമിച്ച് വേണം അവനിട്ട് പണി കൊടുക്കാനായിട്ട്. ഒരു കാരണവശാൽ അവന് ഇനി രക്ഷപ്പെടാൻ പാടില്ല. അതുപോലത്തെ ഊരാക്കുടുക്കിട്ട് വേണം അവനെ പിടിക്കാൻ എന്നൊക്കെ പറയണം. ശരിക്കും പറഞ്ഞാൽ കല്യാണിയേച്ചിയാണ് എല്ലാ കാര്യത്തിനും മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷെ അവന് കുറെ സാധനങ്ങളൊക്കെ മേടിച്ചു തന്നിട്ടുണ്ട്. സ്വർണ്ണമാണെങ്കിലും കുറെ സ്വർണ്ണമൊക്കെ മേടിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ, അതിനൊക്കെ നല്ല പൈസ ചിലവായിട്ടുണ്ട്. പക്ഷേങ്കിൽ അവന്റെ വിചാരം അവന് മാത്രം ഇതുപോലെ ബുദ്ധിയുള്ളൂ, തന്ത്രങ്ങൾ അറിയത്തുള്ളൂ, അവനെ പറ്റിക്കാൻ ആർക്കും കഴിയില്ലെന്നാ. പക്ഷെ ഇന്നത്തോട് കൂടിയിട്ട് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും എന്നൊക്കെ പറയാണ്. ഈ സമയം കല്യാണി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, കുറച്ച് കഴിയുമ്പോഴത്തേനും മനോഹറിന്റെ കാര്യത്തിലൊരു തീരുമാനമോ. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഗംഗാപ്രസാദിന്റെ കാര്യത്തിലാണ്. അവന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം. എങ്കിൽ മാത്രം ഇനി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ. മനോഹറിന്റെ ഒന്ന് ഒതുക്കിയിട്ട് വേണം അടുത്ത കടമ്പ കടക്കാനായിട്ട്. ഗംഗാപ്രസാദ് കാര്യം പിന്നെ കിരണേട്ടൻ നോക്കിക്കോളും. ആ ഒരു ഉറപ്പ് കല്യാണിക്കുണ്ടായിരുന്നു. ആ സമയം മനോഹർ റെഡിയാകുവാണ്. അങ്ങനെ റെഡിയായി നിൽക്കുന്ന സമയത്ത് സരി ചോദിച്ചു അല്ല മനുവേട്ടാ, മനുവേണ്ണ ഇത്ര രാവിലെ പോവാണെന്ന് ചോദിക്കാം. അതേ മോളെ രാവിലെ തന്നെ പോണെന്ന് പറയണം. ദേ പോയിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ അമേരിക്കയ്ക്ക് പോവാന്ന് പറയാം. അത് പിന്നെ മനുവായിട്ട് പറയേണ്ട കാര്യമില്ലോ, എനിക്കറിയാലോ എന്ന് പറയാണ്. അങ്ങനെ മനോഹർ പോകാൻ റെഡിയാകുന്ന സമയത്ത് സരുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കുവാണ്. എന്താ മനുവേട്ട പതിവില്ലാതെ രാവിലെ? എന്താന്നറിയത്തില്ല, മോളിന് ഒരാഴ്ച കാണാതിരിക്കലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം, അതുകൊണ്ടാന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല മനുവേട്ട, എന്നെ ഇടയ്ക്ക് വിളിച്ചാൽ മതി എന്ന് പറയാം. അതെ സമയം കിട്ടുന്ന പോലെ ഞാൻ മോളിനെ വിളിച്ചോളാം, മോള് കോൾ അറ്റൻഡ് ചെയ്താൽ മതി എന്നൊക്കെ പറയണം. എല്ലാത്തിനും സരിവ് തലയാട്ടുവാണ്. അങ്ങനെ മനോഹർ ഇറങ്ങി. ഈ സമയത്ത് ഷാരി വന്നിട്ട് സരിവിനോട് പറഞ്ഞു അദ്ദേഹം പുറത്തു വരെ പോയിട്ട് വരാമെന്ന് പറയാം. അല്ല അമ്മ ഇത് എങ്ങോട്ട് പോവാ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഷാരി അങ്ങോട്ട് പോവാണ്. സരുവിന് പ്രത്യേകിച്ച് സംശയം കാര്യമൊന്നും തോന്നില്ല. അങ്ങനെ എന്തായാലും മനോഹർ അവസാനം ഉമ്മയും സരുവിന് കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ്. അത് മിക്കവാറും അവസാനം ഉമ്മയെന്ന് പറഞ്ഞാൽ അവസാനം ഉമ്മ തന്നെയായിരിക്കും. മിക്കവാറും ഇനി ഒരു ഉമ്മ കൊടുക്കാനായിട്ട് അവൻ ജീവനോടെ ഉണ്ടാവുമെന്ന് പോലും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. പെൺപടകളെല്ലാം കൂടെ കൂടിയിട്ട് അവനെ മിക്കവാറും ഓഡിറ്റോറിയത്തിലിട്ട് പഞ്ഞിക്കിടും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.